2 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ ഏജൻസി വഴി കൊടുത്തിട്ടാണ് ഒരുപാട് പേര് ഇപ്പോഴും യു എയിലോട്ട് വരുന്നത് കേട്ടോ. അതെന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പലതും പറഞ്ഞു പറ്റിച്ചിട്ടായിരിക്കും ഇവരെ കൊണ്ടുണ്ടാവുക കേട്ടോ. നാട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് കമ്പനി, ഇവിടെ ആയിരിക്കും ജോലി, ഇന്നതായിരിക്കും പൊസിഷൻ, ഇന്ന പോലെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് വിടണ്ടാവുക. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അവർക്ക് ഇവിടുത്തെ പണിയും പരിപാടികളും മനസ്സിലാവുന്നതും ഇവിടെ അവർക്ക് പറഞ്ഞതായിരിക്കില്ല അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ 6 മാസവും 1 വർഷമൊക്കെ ആയിരിക്കും അവരുടെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അവരെങ്ങനെ നോക്കിയാലും അവർക്ക് തിരിച്ചു പോകാനുള്ള പരിപാടികളൊന്നും നടക്കില്ല. പിന്നെ വിസ കോസ്റ്റൊക്കെ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. എല്ലാവരും അടച്ചു പറയില്ല, എന്നാൽ നല്ല ഏജൻസികളുണ്ട് താനും. പിന്നെ വേറൊരു ടീം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കയറി വന്ന് ജോലി അന്വേഷിക്കുന്ന ടീമുകളുണ്ട്. അങ്ങനെ ജോലി തേടി വരുന്നതിൽ 40% ആൾക്കാർക്ക് വിസ പുതുക്കാതെ രണ്ടാമതൊരു പുതുക്കലില്ലാതെ തന്നെ ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി 60% പേരും വീണ്ടും ഒമാനിൽ പോയും ബഹ്റിനിൽ പോയും വിസ പുതുക്കി വീണ്ടും നിൽക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷെ നാട്ടിലുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ നോക്കുമ്പോൾ ഇവിടെ ഇവിടെ പൊളിക്കല്ലേ, ഗൾഫിലാണ് ഭയങ്കര സെറ്റപ്പ് ആണെന്നുള്ളൊരു ഇതാണ്. അങ്ങനെ വരുന്ന ഓരോരുത്തരും ആലോചിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വീണ്ടും വീണ്ടും പുതുക്കി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി ശരിയല്ലാതെയോ അല്ലെങ്കിൽ നമ്മുടെ CV ശരിയല്ലാതെയോ തന്നെയാണ്. പണ്ടത്തെ പോലത്തെ പരിപാടിയല്ലേ. ഇപ്പൊ 80s ഫ്രണ്ട്ലി ആയിട്ടുള്ള CVകൾ മാത്രമേ HR മുന്നിലോട്ട് എത്തുന്നുള്ളൂ. യുഎയിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു 80s ഫ്രണ്ട്ലി CV ചെയ്ത് വെക്കണുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന 80s CVയുടെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് DM ചെയ്തോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ.